ആര്യമാട നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഒരു കുപ്പായിടണം കേട്ടോ നമ്മള്. റൈറ്റ് ആയിട്ടില്ലേ? റൈറ്റ് ആയിട്ടുണ്ട്. ഇരി കേട്ടോ, തരാം. അപ്പൊ അമൃത നമുക്ക് അങ്ങോട്ട് ഐശ്വര്യോടെ തുടങ്ങാം. അടിപൊളി. അയ്യോ എന്ത് പറ്റീന്നോ? എന്റെ തലക്ക് പോണോന്ന് കൊണ്ട് കണ്ടില്ലേ? വേവിച്ചാ എന്ത് കഷ്ടമാണ് ഈ ലോകത്ത്. എന്തൊരു ദ്രോഹമാണ്. രമേശേട്ടാ നിങ്ങളുടെ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ യാതൊരു കാര്യമില്ല. വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഹോസ്പിറ്റലില്. വേഗം വിളിക്കാരാണെങ്കിൽ എന്റെ ഹലോ, സൺറൈസ് ഹോസ്പിറ്റലല്ലേ? ഒരു നഴ്സിനൊന്ന് പെട്ടെന്ന് വിടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മച്ചി അമ്മച്ചി, ഇവളുടെ തലക്കിട്ട് ആരാണ്ട് ബോർഡ് എറിഞ്ഞു. ഇത് കണ്ടാ? ഇവരെ വിളിക്കരുതെന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ മാനേജർക്കനെ വിളിക്കാം. എടാ ടയർ വാണിയായി. ആരാ അമ്മച്ചി വിളിക്കണത്? ചക്രവാണിനെ ഇംഗ്ലീഷിൽ വിളിച്ചതാ. ടയർ വാണി, ഈ ബേബിയുടെ വീട്ടിലേക്ക് ആരാണ്ട് ബോളറിഞ്ഞു. വേമ്പാ സഞ്ജു സാംസൺ ചെലപ്പോ ബോള് കൊണ്ട് അടിച്ചായിരിക്കുള്ളൂ, സിക്സർ അടിച്ചായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും എറിഞ്ഞതായിരിക്കാനാ. ഓഡിയൻസ് ആരെങ്കിലും ആണ് എറിഞ്ഞെങ്കിൽ ഒരു ഒറ്റളത്തിന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. അതെ, ഓഡിയൻസ് ആവൂല. ഓഡിയൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ പിഷാരുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ നിന്റെ മണ്ടയ്ക്കോ അറിയുള്ളൂ. ഇവളുടെ മണ്ടയ്ക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്നാലും എന്റെ ഭാര്യനെ കൊണ്ട് തലക്കിട്ടെറിഞ്ഞത് ആരായാലും ഒരൊറ്റളത്തിന് ഞാൻ വെറുതെ വിടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞു ആരാന്ന് പറഞ്ഞു. ഇതിലിപ്പോ ആരെ ആശുപത്രി കൊണ്ടുപോകണ്ട? ആദ്യം ഇതിനെ കൊണ്ടുപോകണം, അതിനെ കൊണ്ടുപോകണം. സാറിനൊന്നും പറ്റില്ല, ജീവനുണ്ട്. എനിക്കൊന്നും പറ്റില്ല. സാറിന്റെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞത്. ബോംബാ? ബോളറിഞ്ഞ കാര്യമല്ല പറഞ്ഞത്. ദൈവമേ, ഞാൻ ആശുപത്രിയിലേക്കും ആംബുലൻസും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പൊ നേഴ്സ് എത്തും. അത് മതി, അത് മതി. നേഴ്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്റെ തലയില് മോളൊഴിഞ്ഞ് എന്നെ കൊല്ലാൻ നോക്കി. ഇത് സൺറൈസ് ഹോസ്പിറ്റലിലെ നേഴ്സാ. അതാരായാലും എറിഞ്ഞത് പോക്കണം കേടായിപ്പോ. ഈ മാരത്തെ ഏറെ എറിഞ്ഞത് കണ്ണിന് അറിയണമായിരുന്നു. നല്ല ആളാ. നമുക്കൊരു MRI സ്കാൻ എടുക്കേണ്ടി വരുമോ? വേണ്ട. ഇപ്പൊ ഇവളുടെ പ്രഷറിനെക്കാട്ടും കൂടുതൽ എനിക്ക് പ്രഷറുണ്ട്. അടി ചാന്ദിനി, നീ ഇത് കണ്ടുപിടിക്കുക. ഇതാണ് നേഴ്സ്. അല്ലാണ്ട് കൊതുകിനെ അടിക്കണ ചോര കാണുമ്പോ ബോധം കെട്ടി വീണതല്ല. അതല്ല, പെട്ടെന്ന് എന്താ പേര്? സാന്ദ്ര. ഇവിടെ ഈ മറ്റേ സിസ്റ്ററെ മാറ്റിട്ട് നമ്മുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് കൂടുന്നോ? ഓ, എനിക്ക് ജോലിയുണ്ട് സൺറൈസ് ഹോസ്പിറ്റലില്. അതിന് പണിയുണ്ട്, അല്ലാണ്ട് ഇതിന്റെ മാതിരി വെറുതെ ഇരുന്ന് MRI വല്ലതും എടുക്കേണ്ടി വരുമോ? ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. എല്ലാം നോർമലാണ്. താങ്ക് യു സിസ്റ്റർ. എന്നാലും എന്റെ ഭാര്യയുടെ തലക്കെട്ട് ബോൾ കൊണ്ടെറിഞ്ഞത് ആരാണെങ്കിലും പറഞ്ഞു. ആരായാലും വെറുതെ വിടൂല. സാറേ, 2 പിള്ളേര് വന്നിട്ടുണ്ടല്ലോ. ഹലോ, അവിടെ നിക്ക്. 2 പിള്ളേര്. മാമാ, ഞങ്ങളുടെ ബോള് കൊണ്ടായിരുന്നോ? നിങ്ങളുടെ ബോളാണോ ഇത്? നീയാണോ ഇത് അടിച്ചത്? നീയാണോ എറിഞ്ഞത്? എന്റെ ഭാര്യയുടെ തലക്കെട്ടാണ് ഇത് കൊണ്ടത്. നീ എവിടെ ചേർക്കണ? മാമ ബോള് തരാമോ? കൊടുത്തേര് സാറേ, പിള്ളേരല്ല കൊടുത്തേര്. ഹലോ, പിള്ളേരുടെ ബോളാണ് കൊടുത്തരുത്. ആ പിള്ളേര് പേടിച്ചു പോയി. ബേബി, അത് കുഴപ്പമില്ല, കൊച്ചു പിള്ളേരല്ലേ. മോനാണോ ബോൾ എറിഞ്ഞത്? ചെയ്ക്കാൻ്റെ കൂട് മിടുക്കനാട്ടാ. അമ്മച്ചി, എന്റെ ഭാര്യയുടെ തലക്കെട്ടാ ബോൾ കൊണ്ടത്. സഹിക്കാൻ പറ്റില്ല. അതങ്ങ് കൊടുക്കണ ഇറക്കാം. അവൻ പോട്ടെ കൊടുക്കാൻ പറ്റില്ല. കളിക്കണേന്റെ വന്ന് തലയിൽ കൊണ്ടേനി. ഇപ്പൊ ആ കൊച്ചുങ്ങൾ എന്ത് ചെയ്യാനാണ്? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബോള് എന്തായാലും കൊടുക്കുന്ന പ്രശ്നമില്ല. എന്റെ ഭാര്യയുടെ തലക്കെട്ട് കൊണ്ടേക്കണതിന്റെ പരിഹാരം
അതെനിക്ക് കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പടി അവരുടെ പിള്ളേരുടെ കാരണവന്മാരോട് വരാൻ പറ. കാരണവരോട് വരാൻ പറയും. മകളെ ഒരു കാര്യം ചേച്ചി എന്ന് നിങ്ങളുടെ അച്ഛനെ ആരെന്ന് വെച്ച് വിളിച്ചോണ്ടോ ഇതിപ്പോ പുള്ളി സമ്മതിക്കുന്നില്ല കേട്ടോ. പിള്ളേരെ വളർത്തുമ്പോഴേ മര്യാദ വളർത്തണം കാരണവന്മാര്. ആ അതെ അതെ അവര് കൊച്ചുണ്ടാവുമ്പോ വിളിച്ചോണ്ട് വരും ചെന്നോ മോനെ ചെന്നോ. ചെല് ചെല് ചെല്. ഞാനും കൊച്ചിനെ വളർത്തേണ്ടതാ. ഞാൻ കാണിച്ചു. നീ എന്തിനാ ചൂടാവണേടാർക്കാ? ഇത് എന്റെ ഭാര്യ കിട്ടല്ലോ നീ മൂന്നാം ക്ലാസ്സിൽ വെച്ച് എന്റെ നെഞ്ചത്ത് തേങ്ങയ്ക്ക് ഇറങ്ങി ഓർക്കണ്ട. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് ഓർത്തോ. അത് തന്നെ ഇവിടെ കണ്ടസ്റ്റൻസ് വരാനുണ്ടോ? വിളിക്കടി വണ്ണ. ആ